ഹായ് ഗൈസ്, നമ്മ ഇന്ന് ഉണ്ടാക്കുന്നത് ടൊമാറ്റോ റൈസ് ആണ് കേട്ടോ. നമുക്കിത് യൂസ്ഫുൾ ആവുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? നമ്മ ഈ നോമ്പെടുക്കുന്ന സമയത്ത് ബിരിയാണി ഭയങ്കര ക്രേവിങ്സ് വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ ബെസ്റ്റ് ഐറ്റം ആണ്. ഇതിനായിട്ട് ആവശ്യത്തിന് പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 5-6 തക്കാളി, നല്ല വലിയ പഴുത്ത തക്കാളി ആണെങ്കിൽ അത്രയും നല്ല കേട്ടോ. നമ്മൾ കുറച്ച് പേരുള്ളെങ്കിൽ കുക്കറിൽ ഇടുന്നതായിട്ട് ഏറ്റവും ബെസ്റ്റ്. ഇവിടെ കുറേ ആൾക്കാരുള്ളതുകൊണ്ട് ഞാൻ ആദ്യം അരി ഊറ്റിയിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. പിന്നെ സാലഡിനുള്ള പ്രിപ്പറേഷൻ സൈഡിൽ കൂടെ റോസ് ചെയ്യേണ്ടതായിട്ടാ, അത് അവളുടെ ഡ്യൂട്ടി ആയിരുന്നു. കുറച്ച് നെയ്യും വെളിച്ചെണ്ണ ഇട്ടതിലേക്ക് ആവശ്യത്തിന് സവാള ഇട്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. പിന്നെ ആവശ്യത്തിന് ചിക്കൻ മസാല ഇടാം. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ തക്കാളി അതിലേക്ക് ആഡ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് കുഴഞ്ഞ് നല്ല ബ്രൗൺ കളറായിട്ട് വന്നോട്ടാ. ഈ കാണാൻ നല്ല കുഴഞ്ഞ രൂപത്തിൽ വരുമ്പോഴത്തേക്കും കുറച്ച് മല്ലിയില അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത് ഒരു തവണ ഉണ്ടാക്കി എല്ലാവർക്കും എന്താണെങ്കിലും ഇഷ്ടപ്പെടും. പിന്നെ നമ്മൾ നോർമലി ബിരിയാണി ഉണ്ടാക്കണ പോലെ ദം ചെയ്തെടുക്കാട്ടാ. ഇവിടെ അംഗസംഖ്യ കൂടുതലുള്ളതുകൊണ്ട് തന്നെ സാധനം ഇവിടെ തികഞ്ഞില്ലട്ടാ. ഇവിടെ ദം പൊട്ടിച്ചപ്പോ ഈച്ച വന്ന് പൊതിയാൻ പോലെ നിറയെ ആൾക്കാരായിരുന്നു കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും സംഭവം സെറ്റായിരുന്നേ. എല്ലാം നല്ല സക്സസ് ആയിട്ട് വന്നു. ഇത്തിരി ഭംഗിയായിട്ട് ഇത്തിരി ആർഭാടമായിട്ട് എല്ലാവർക്കും അങ്ങോട്ട് വിളമ്പിട്ടാ. ഇതിന്റെ കൂടെ ബെസ്റ്റ് ആയിട്ട് പപ്പടം, സാലഡ്, അച്ചാറാണ്. കൂട്ടത്തിൽ മുട്ട പുഴുങ്ങിയതും കൂടെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയാനല്ല, കിടക്കാച്ചായിട്ട് വരുന്നു. നമ്മൾ ആദ്യം തന്നെ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തത് സാജുങ്ങളിലാണ്. മൂത്തർക്ക് എടുത്തിട്ടാണോ നമുക്ക് പിള്ളേർ കഴിക്കാം. നമ്മൾ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കിയിട്ട് നല്ലാന്ന് കേൾക്കുമ്പോഴത്തേക്കും ഉണ്ടാവുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് വേറെ ഒന്ന് തന്നെയാണ്. ടേസ്റ്റ് കൈ കടിച്ചു സൂപ്പർ.